മലപ്പുറം താനൂർ കമ്പനിപ്പടിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. പരിക്കേറ്റ ലോറി ഡ്രൈവറെയും ബസ് ഡ്രൈവറെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 7:30യോടെയായിരുന്നു അപകടം. വിവരങ്ങളുമായി മുബഷീർ പി അക്ബർ നമുക്കൊപ്പം. മുബഷീർ, പരിക്കേറ്റ ഡ്രൈവർമാരുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് ഈ അപകടത്തെക്കുറിച്ച് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? സുജയ, മലപ്പുറം താനൂർ കമ്പനിപ്പടി മേഖലയിലായിരുന്നു രാവിലെ 7:30യോട് കൂടി ഈ ഒരു അപകടമുണ്ടായത്. ഇത്തരത്തിൽ ലോറിയും ബസ്സും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. മംഗലാപുരത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് കെമിക്കലുമായി പോകുന്ന ലോറിയായിരുന്നു താനൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഈ ഒരു അപകടത്തിൽ ഈ ഒരു വാഹനങ്ങൾ ഭാഗികമായി തന്നെ തകർന്നിട്ടുണ്ട്. ബസ് എതിർദിശയിൽ നിന്ന് വന്ന് ലോറി ഇടിക്കുകയായിരുന്നെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു അപകടത്തിൽ ബസ് തൊട്ടടുത്തുണ്ടായിരുന്ന റെയിൽവേ ട്രാക്കിലേക്ക് നീങ്ങിയെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. കൂടാതെ തൊട്ടടുത്ത കരിമ്പ് ജ്യൂസ് കടയിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. ആ ഒരു കടയിൽ ആളില്ലാത്തതിനാലാണ് വൻ അപകടം ഒഴിവായതെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ബസ്സിലെ യാത്രക്കാർക്ക് പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ ലോറി ഡ്രൈവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു ഈ ഒരു ലോറി ഡ്രൈവറെ പ്രവേശിപ്പിച്ചിരുന്നത്. പിന്നീട് സർജറി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ബസ് ഡ്രൈവർക്കും ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കൊന്നും തന്നെ അത്തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ലോറി ഡ്രൈവറെയും നാട്ടുകാരെയും പോലീസിന്റെയും സഹായത്തോടെ അരമണിക്കൂർ നേരത്തെ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് രക്ഷപ്പെടുത്തിയത്. ഈ ഒരു ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ലോറി ഡ്രൈവറെ പുറത്തെടുത്തതെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. തമിഴ്നാട് സ്വദേശിയാണ് ഈ ഒരു ലോറി ഡ്രൈവർ എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. നിലവിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. സുജയ. ഓക്കെ, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.